നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. സാറ്റർഡേത്തേക്കുള്ള അനാലിസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് നിഫ്റ്റി ചാർട്ടിൽ കിടക്കാം. നിഫ്റ്റി ചാർട്ടിൽ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ. ഇത് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ഫോൾ കിട്ടും. ബട്ട് 25,000 ആണ് നമ്മുടെ മെയിൻ ഫസ്റ്റ് ഈ ഒരു സപ്പോർട്ട്, ആൻഡ് ദെൻ സെക്കൻഡ് 25,000. ഓക്കെ, അതായിരുന്നു നമ്മുടെ സപ്പോർട്ട്സുകൾ ഒക്കെ ബ്രേക്ക് ചെയ്തു. ദാറ്റ് മീൻസ് ഇനി ഫോർത്തിലേക്ക് എൻറ്റേർഡ് ആയി. എന്നുവെച്ചാൽ അവർ കുറേ ശ്രമിച്ചു. ഇവിടെ കണ്ടോ, പോസ് എടുത്തു 25,000 ഇവിടെ ഈ ഗ്യാപ്പിൻ്റെ ഇവിടെ കുറേ സസ്റ്റെയിൻ ചെയ്തു കണ്ടോ. ആൻഡ് ടൈപ്പ് ഓഫ് എൻഡിങ് ഡയൽ പാറ്റേൺ അവർ ഫോം ചെയ്യാൻ ശ്രമിച്ചു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻഡിങ് ഡയൽ പാറ്റേൺ ഇവിടെ ഫോം ചെയ്യാൻ നോക്കിയവർ. ബട്ട് എന്തായിരുന്നു പ്രൈസ് അവിടെ ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെ ട്രൈങ് കുറേ ട്രൈങ് നടന്നു. ബട്ട് ലാസ്റ്റിൽ ഒരു ന്യൂസ് വന്നു. ആ ന്യൂസ് വളരെ മോശം ന്യൂസ് ആയിരുന്നു. അതുകൊണ്ടാണ് ആ പ്രൈസ് ഒന്നും സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. സഡൻ 25,000 ദെൻ അത് ബ്രേക്കായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 25,000 ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇന്ന് മോർണിംഗിൽ രണ്ടുപേരും കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്തുകൊണ്ട് ചോദിച്ചു ഫോർത്തിലേക്ക് എൻറ്റേർഡ് ആവുക. അപ്പോൾ ഇതുവരെ ആയിട്ടില്ല. 25,000 ബ്രേക്ക് ചെയ്താൽ മാത്രമേ അതാവുള്ളൂ. എന്ന് വെച്ചാൽ 25,000 നല്ലൊരു ഹ്യൂജ് ഓവായി ഡാറ്റ കൂടിയാണ്. പിന്നെ 25,000 നമ്മൾ നോക്കണമെങ്കിൽ ഇവിടെ ഗ്യാപ്പിൻ്റെ കാര്യം 2-3 ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്യാപ്പ് നല്ല സപ്പോർട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഗ്യാപ്പ് വന്ന് കഴിഞ്ഞിട്ട് കണ്ടോ പ്രൈസ് ഇവിടെ കൺസൾട്ടേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കിട്ടിയത് ലാസ്റ്റിലാണ് ഈ ഹ്യൂജ് ഫോൾ. ഇവിടെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. വേറെ ന്യൂസ് എന്താ, നമ്മുടെ വാറണ്ടി റിലേറ്റഡ് ന്യൂസ് ഉണ്ടായിരുന്നു പറയാം. അല്ലാണ്ട് ബാക്കി ന്യൂസൊക്കെ നോർമൽ ന്യൂസാണെന്ന് പറയാം. മീൻസ് നമ്മുടെ മാർക്കറ്റിന് എഫക്റ്റ് ചെയ്യുന്ന ന്യൂസ് അല്ല. വാറണ്ടി ന്യൂസ് വന്നു ആൻഡ് ദെൻ സഡൻ ഈ ഹ്യൂജ് ഫോൾ. ഇനി എന്താണെന്ന് വെച്ചാൽ ഇനി പറയാനുള്ളത് ബാക്കി എല്ലാ ലെവൽസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാം. ഇനി നമ്മൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ എക്സാക്ട്ലി യെസ് ഇപ്പോൾ ഫോർത്തിലേക്ക് എൻറ്റേർഡ് ആയി. ഓക്കെ, ഈ 25,000 ഞാൻ ഇവിടെ പറഞ്ഞു ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് 25 ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 25,000 ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് പ്രൈസ് ഇപ്പോൾ ഫോർത്തിലേക്ക് എൻറ്റേർഡ് ആയിപ്പോഴാണ്. ഫോർത്തിലേക്ക് പ്രൈസ് എൻറ്റേർഡ് ആയിട്ടുണ്ട്. സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇനി ഫോർത്തിൻ്റെ റൂൾ എന്താണ്? ഫോർത്തിൻ്റെ റൂൾ 50% ഫ്രം ബോട്ടം ടു ഇവിടെ വരെ നമ്മുടെ ഫിബനാച്ചി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 50% പ്രൈസ് വരണം. ഓക്കെ, ഇതാണ് 0 നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ബോട്ടം ടു ഇപ്പോൾ അടിച്ച ടോപ്പ്. ഓക്കെ, അവിടെ വരയ്ക്കാൻ്റെ പ്രൈസ് കണ്ടോ വന്ന് സ്റ്റോപ്പ് അയക്കുന്ന എക്സാക്ട്ലി നിൽക്കുന്ന 50%ലാണ് 24,860. ഓക്കെ, ഇതാണ് നമ്മുടെ ജെന്വൻ ഇതിൻ്റെ റൂൾ. ആൻഡ് സെക്കൻഡ് എന്താ, നമ്മുടെ വേവ് ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വേവ് ഫസ്റ്റ് ഇതാണ് വേവ് ഫസ്റ്റ്. ഇത് കണ്ടോ ഇവിടെ 1, 2 and 3 അങ്ങനെയല്ലേ കൗണ്ട് ചെയ്യും. സോ വേവ് ഫസ്റ്റ് ആ ഒരു ടെറിട്ടറിയിലേക്ക് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് പ്രൈസിൻ്റെ ഒരു നല്ല ഒരു കൺസോളിഡേഷൻ ഏരിയ ആണ് ഈ ഒരു ലെവൽ. ഓക്കെ, സോ അവിടെയും വന്നിട്ടുണ്ട് ആൻഡ് ഇവിടെയും വന്നിട്ടുണ്ട്. പ്രൈസ് ഓവറോൾ ഇപ്പോൾ എക്സാക്ട്ലി സപ്പോർട്ട് ഏരിയയിലാണ് ആസ് പെർ മീ. ഓക്കെ, ഇത് നോക്കുക. സോ ഇനി ഫർദർ ഫോൾ ഇതിൻ്റെ ബിലോ ആണ് 24,826 ആണ് ഐ തിങ്ക് ഇന്നത്തെ ലോ. അതിൻ്റെ ബിലോ ആണ് ഞാൻ ഫർദർ ഫോൾ ഇനി കാണുന്നുള്ളൂ. ഓക്കെ, കാരണം ഈ ABC സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് A, B and C സ്ട്രക്ചർ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് A, ഇത് B and Cയുടെ ഫോൾ. ഓക്കെ, സിയിൽ 5 മൂവ്സ് ഉണ്ടാവേണ്ടതാണ്. ഓൾമോസ്റ്റ് 5 മൂവ് കയ്യാറായിട്ടുണ്ട്. ആൻഡ് സിയുടെ നമ്മുടെ റൂൾസ് എന്തൊക്കെ പറയാനാണ് 161.80% ഒക്കെ ലെവൽസ് എല്ലാം ബ്രേക്കായി കണ്ട 361.80% അവിടെയൊക്കെ കിടക്കുന്നുണ്ട്. പ്രൈസ് ഒത്തിരി ഓൾസോളിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയാം. ഓക്കെ, സോ ഇനി നാളെ ഞാൻ ഡയറക്റ്റ്ലി ഇവിടുന്ന് ബുളിഷും അല്ല ബിയറിഷും അല്ല. നാളെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, ഇവിടെ ഫോർത്ത് വേവിൻ്റെ റൂളാണ്. ഇവിടെ ട്രയാങ്കിൾ പാറ്റേൺ ഓർ 333 കറക്ഷൻ ഫോം ചെയ്യേണ്ടതാണ്. മോസ്റ്റ്ലി ചാൻസസ് ഇവിടെ ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാക്കാണ്. അപ്പോൾ നാളെ മേ ബി ചാൻസസ് ഉണ്ട് ഇവിടെ പ്രൈസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ 333 കറക്ഷൻ ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ടാകും. ഇവിടെ ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ടാകും. നമുക്കത് നോക്കാം നാളെ എങ്ങനെ. ഓർ ഇത് ബ്രേക്കായ 24,808 ഇന്നത്തെ ലോ, ഈ ലോ ബ്രേക്കായ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. വാശിയിൽ ആരും ഇരിക്കേണ്ട. നമുക്ക് കിട്ടുന്ന പ്രൈസ് എന്താ നമുക്ക് മാർക്കറ്റ് കാണുന്നത്, നമുക്ക് ഈ എലിയറ്റ് വേവിൻ്റെ ഇത് നമുക്ക് എക്സാക്ട്ലി നമുക്ക് ഓർത്ത് വയ്ക്കാം. ദാറ്റ് മീൻസ് ഇപ്പോൾ ഇനി ഫോർത്ത് വേവിൻ്റെ ഫോളിൻ്റെ നിയർ ആണ് പ്രൈസ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ ബിലോ ഇന്നത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈസിലി താഴത്തെ മൂവ് കിട്ടും. ആ മൂവ് ഇവിടെ വരെയൊക്കെ കൊണ്ടുവരും. ഓക്കെ, 25,700 വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാവും. അതുകൂടി ബ്രേക്ക് ചെയ്താൽ പിന്നെ ഈ ലെവലൊക്കെ വരും. ഏതാ 24,610 അതൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ബട്ട് ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യാം. അപ്പ് മൂവ് എപ്പോഴാണ് കിട്ടുക? അപ്പ് മൂവ് കിട്ടാനാണെങ്കിൽ ഇതിൻ്റെ അബവ് മാത്രമേ കിട്ടുള്ളൂ. 24,920 ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ആണ്. ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫർദർ അപ്പ് മൂവ് കിട്ടുള്ളൂ. സപ്പോർട്ട് ഞാൻ ഗ്രീൻ ആക്കി മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, പിന്നെ പ്രൈസ് അവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഇതിൻ്റെ അബവ് ഇൻ കേസ് പ്രൈസ് പോവുകയാണെങ്കിൽ
സോ ഈ ലെവൽസൊക്കെ നമുക്ക് 24,000, 40, 25,000 ആൻഡ് 24,040 ഈ ലെവലൊക്കെ മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഇത് ഓർഡർ ബ്ലോക്ക് ടൈപ്പാണ്. ഓക്കെ, സോ അത് നമ്മൾ റെസിസ്റ്റൻസ് ആക്കി നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, സോ നാളെ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതൊക്കെയാണ് ഓവറോൾ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്. പിന്നെ മോസ്റ്റ്ലി ചാൻസസിന് 0 to B ട്രെൻഡ് ലൈൻ നമ്മൾ ഇടുവാണെങ്കിൽ ആ ഇൻ കേസ് പ്രൈസ് ബൗൺസ് ചെയ്യണമെങ്കിൽ അത് റെസിസ്റ്റൻസ് എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാവും. 0 ഇതാണ്, ഓക്കെ, B ട്രെൻഡ് ലൈൻ ഇതാണ് കേട്ടോ. അതിങ്ങനെ ഇത് ചാർട്ടിൽ വരച്ച് വെക്കണം കേട്ടോ. 0 to B ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യണ്ട. 0 to B ട്രെൻഡ് ലൈൻ എപ്പോഴും വർക്ക് ചെയ്യാനുണ്ട്. ഇതിൻ്റെ അബവ് പോയാൽ മാത്രമേ ബുള്ളിഷ്, അല്ലെങ്കിൽ അതുവരെ ന്യൂട്രൽ. സോ പ്രൈസ് ഇൻ കേസ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് ട്രയാങ്കിൾ ഉണ്ടാക്കുന്ന ചാൻസസ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇത്ര വരെയുള്ള 1, 2 and 3, 2 to 4 ട്രെൻഡ് ലൈൻ. ഇത് നാളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നോക്കണം. നാളത്തെ ഓപ്പണിംഗ് തന്നെ അതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇനി ഇങ്ങനെ ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്യില്ല എന്ന് നമുക്ക് നോക്കണം. ഇതുവരെ ആയിട്ടില്ല. നാളെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇത് റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇത് ട്രയാങ്കിൾ ഫോം ആവുകയുള്ളൂ. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ എന്താണ് റീസൺ എന്നാൽ 2 to 4 ട്രെൻഡ് ലൈൻ കേട്ടോ. 2 to 4 ട്രെൻഡ് ലൈൻ ന്യൂ സബ്സ്ക്രൈബേഴ്സ് അവർക്ക് അറിയത്തില്ലായിരിക്കും. ഇത് 1 ആണ്, ഇത് 2 ആണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. 3 ഇത് ടോപ്പ് ഇവിടെ അടിച്ചു, ആൻഡ് ദെൻ 4th ഇപ്പോൾ ഉള്ളത്. ഇനി 5th സപ്പോർട്ട് ഇവിടെ നിന്ന് എടുക്കുന്നുണ്ടോ, ഇവിടെ നിന്ന് അത് നോക്കിയിട്ട് നമുക്ക് 5th മുകളിലേക്ക് തന്നെയാണ് ചാൻസസ്. 5th ഫെയിലിയറൊക്കെ ഉണ്ടാവാറുണ്ട്. 5th ഫെയിലിയറൊക്കെ ഉണ്ടാകും. സം കേസസിൽ 5th ഫെയിലിയറൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ 5th ഇനി നമ്മുടെ ടാർഗറ്റ് ശരിക്കും ഇതിൻ്റെ അബോക്കെയാണ്. നോക്കാം ഇങ്ങനെ ഇവിടെ ട്രയാങ്കിൾ പാറ്റേൺ പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ല എന്നത് നോക്കണം. അതിൻ്റെ ബ്രേക്ക് ഔട്ട് വരുന്നുണ്ടോ ഇല്ല എന്ന് നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ബ്ലഡ് ബാത്ത് അതൊക്കെ പറയും. ബട്ട് ഇപ്പം നമുക്ക് ബ്ലഡ് ബാത്തിൻ്റെ കാര്യമൊന്നും സംസാരിക്കാനില്ല. മീൻസ് മാർക്കറ്റ് ക്രാഷ് ആയി ഫോളൊക്കെ ആയി അതൊന്നുമില്ല. ഇതൊക്കെ എല്ലാം നോർമൽ കേസസ് ആണ്. 5th ഇനി ജനറേറ്റ് ആവാനുണ്ട്. ജനറേറ്റ് മേ ബി ഇവിടെ എത്ര വരെ പോകും നമുക്കത് 5th ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഇല്ല. കാരണം വെച്ചാൽ ഇപ്പോൾ പ്രൈസ് ഇപ്പോൾ എന്താ ഉള്ളത് 4th 4th റൂൾസ് ആണ് ട്രയാങ്കിൾ പാറ്റേൺ അല്ലെങ്കിൽ 333 കറക്ഷൻ. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ ചെയ്തേക്കാം. കാണുന്ന മസ്റ്റായിട്ട് ന്യൂ സബ്സ്ക്രൈബേഴ്സ് അത് കാണുന്നു കേട്ടോ. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റി പോകാം. ഇനി വീഡിയോ ഒത്തിരി ലോങ് എനിക്ക് ഉണ്ടാക്കാനില്ല. ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി പ്രോപ്പർലി ഇത് കണ്ട ഈ ഒരു സപ്പോർട്ട് ലൈൻ ഇവിടെ വന്ന് നിൽക്കുന്നു ഇവിടെ എക്സാക്ട്ലി. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ബാക്കി ലെവൽസൊക്കെ എല്ലാം എന്താണ് വർക്കിംഗ്. റെസിസ്റ്റൻസ് ഇതായിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ. ഓക്കെ, 56,200. ഇനി ഇതിൻ്റെ ബിലോ പോവുകയാണെങ്കിൽ ഫർദർ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫർദർ ഫോൾ നമുക്ക് കിട്ടും. നാളെ ഓപ്പണിംഗ് എങ്ങനത്തെ ഓപ്പണിംഗ് ആണ് അതാണ് നോക്കാനുള്ളത്. ഓപ്പണിംഗ് കണ്ടോ ഈ ട്രെൻഡ് ലൈൻ താഴെയാണ് വരുന്നത്. ഇവിടെ നിന്നാണ് വരുന്നത്. നേരത്തെ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നല്ല വരച്ചേക്കണേ. ഇന്നലത്തെ ലൈൻ ഈ ട്രെൻഡ് ലൈനും ആണ് ഇതൊക്കെയല്ലോ. സോ ഇതിൻ്റെ ബിലോ പോവുകയാണെങ്കിൽ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് ഇതിനെ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞാൽ ഫർദർ ഡൗൺ സൈഡ് കിട്ടും. ഓക്കെ, പിന്നെ റെസിസ്റ്റൻസ് വരുന്നത് ഇതായിരിക്കുള്ളൂ. യെസ്, അതന്നെ. ഓക്കെ, സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ ആയി പിന്നെ താഴത്ത് ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഇതൊക്കെ ലെവൽസ് ആക്റ്റീവ് ആവും കേട്ടോ. ഇതൊക്കെ എല്ലാം നോക്കിയിട്ട് മാർക്ക് ചെയ്തേക്കണം. റെഡ് ആണെങ്കിൽ റെസിസ്റ്റൻസ് ആയിരിക്കും, സപ്പോർട്ട് ഗ്രീൻ ആക്കി മാർക്ക് ചെയ്യണം. ഇത് കൂടി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ ലെവൽ വരുന്നത് ഇത് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ സഡൻ ഒരു സപ്പോർട്ട് ലെവൽ വരുന്നതാണ് ഇതായിരിക്കും. യെസ്, ഈ ഒരു ഏരിയ 55,400 ഇതൊക്കെ സപ്പോർട്ട് ഏരിയ ആണ്. ഓക്കെ, നാളെ നോക്കാം. ഇതിൻ്റെ ബിലോ അത്ര വലിയ ഹ്യൂജ് ഫോൾ വരാനില്ല, ബട്ട് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇത്ര വരെ. ഓക്കെ, വേറെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. നമുക്ക് വേഗം സെൻസെക്സിൽ പോകാം. സെൻസെക്സ് ബ്രേക്ക് ഡൗൺ ആൻഡ് ദെൻ ഫുൾ ഫോൾ ആണ് ബ്രേക്ക് ഡൗൺ. ഓക്കെ, സെൻസെക്സിൽ ഫുൾ അതെന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് ഡൗൺ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ ട്രെൻഡ് ലൈൻ്റെ നമ്മളെ ഈ ഒരു ആൻറ്റി ഡാലർ പാറ്റേണിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ തന്നെ പിന്നെ ഫർദർ ഫോൾ തന്നെയാണ്. പ്രൈസ് ഇന്ന് എക്സാക്ട്ലി ഇവിടെ വന്ന് നിൽക്കുന്നു. ഓക്കെ, ഇത് ഡിലീറ്റ് ചെയ്യാം ആൻഡ് ദെൻ ഈ ഒരു ലെഗിൽ 1, 2, 3 4th ഫോൾ ഓൺ ഗോയിങ് ആണ്. നമ്മൾ ഇതും സെൻസെക്സ് നോക്കുവാണെങ്കിൽ ഫിബനാച്ചി ഫ്രം 0 to ഹൈ നോക്കുവാണെങ്കിൽ ഫിബനാച്ചി 50% വന്ന് പ്രൈസ് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഉണ്ട് എക്സാക്ട്ലി അവിടെ പ്രോപ്പർ 50% വന്ന് നിൽക്കുന്നു. ഈ സപ്പോർട്ട് ഡിലീറ്റ് ചെയ്യാം. ഇനി ഇതിനകത്ത് എക്സാക്ട്ലി ഇത് തന്നെയാണ് സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരച്ച് വെക്കണം കേട്ടോ. നോക്കാനാണ് ഇത് പ്രോപ്പറായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നതാണ്. ഓക്കെ, റെസിസ്റ്റൻസ് ഇതായി. പിന്നെ സഡൻ ഒരു റെസിസ്റ്റൻസ് നിയറസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഹൈ ആയിരിക്കും. ഓക്കെ, പ്രോപ്പർ ഹൈ ആണ്. ആ രണ്ട് ഹൈ കണ്ടോ എക്സാക്ട്ലി സ്മോൾ ടൈം ഫ്രെയിമിൽ പ്രോപ്പർ ഹൈ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ
ഇവിടെ ഉണ്ടോ ഹൈ ലോ ആൻഡ് ദെൻ വീണ്ടും ഹൈ. ഓക്കെ, ഇതിൻ്റെ അബവ് ആണെങ്കിൽ മാത്രമേ 81,830 അബവ് പോവുകയാണെങ്കിൽ മാത്രമേ ഫർദർ അപ്സൈഡ് നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, ബാക്കി അല്ലെങ്കിൽ താഴത്തെ ഈ ലെവൽ ഇവിടെ വരെ ആക്റ്റീവ് ആവാൻ ചാൻസ് 81,150 വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. പിന്നെ എപ്പോഴും മോസ്റ്റ്ലി എനിക്ക് പറയാനുള്ളത് റിവേഴ്സൽ, ഇപ്പോൾ ഇങ്ങനത്തെ മാർക്കറ്റ് റിവേഴ്സൽ നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ എൻഡിങ് ഡയൽ പാറ്റേൺ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഫോം ചെയ്യണം. ഇന്ന് മാർക്കറ്റ് കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു, ബട്ട് അതിൻ്റെ പ്രോപ്പർ ഇൻറ്റർണൽ മൂവ്സ് 5 മൂവ്സ് ആണ്, അത് കംപ്ലീറ്റ് ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ന് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തു, ഫോമിങ് എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ചെയ്തിട്ടില്ല, ഫോം ചെയ്യുവാണ്. ബട്ട് അതിൻ്റെ ഇൻറ്റർണൽ സ്ട്രക്ചേഴ്സ് കംപ്ലീറ്റ് ആവുന്നില്ല. 5 മൂവ്സ് ആണ്. അതാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ വീഡിയോസ് ഫുള്ള് കാണണം, അപ്പോഴേ നമുക്കത് ക്ലിയറിറ്റി കിട്ടുകയുള്ളൂ കേട്ടോ. സോ അത് ഫോം ആവാതെ, എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ആവാതെ നമ്മൾ റിവേഴ്സൽ പ്ലേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അത് നോക്കണം, ശ്രദ്ധിക്കണം. ഇതിൻ്റെ കഴിഞ്ഞ് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്, മിഡ് ക്യാപ്പിൽ ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു 3 സ്ട്രെച്ച് ആയിട്ടുണ്ട്. സംഭവം ഭയങ്കര സ്ട്രെച്ച് ആക്കി വെച്ചൊക്കെയാണ് വരുന്നത്. ഇതിനകത്ത് നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഇത് വെച്ചോളൂ. ഓക്കെ, അത് കഴിഞ്ഞ റെസിസ്റ്റൻസ് ആണ് ഇത്, ഓർഡർ ബ്ലോക്ക് OB വെച്ചോളൂ ഇത്. ഓക്കെ, ഇതിൻ്റെ ABC സ്ട്രക്ചറിൽ ഫോളോ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 2 3 4 and 5. ഇനി എല്ലാത്തിനും മൂവ്സ് ഐ തിങ്ക് ഇതായിട്ടുണ്ട്. എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ മാത്രമേ റിവേഴ്സൽ പ്ലേ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ട്രാപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ പ്ലേ ചെയ്യുക റിവേഴ്സൽ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ or 5 minutes, അത് നോക്കിയിട്ട് വേണം ചെയ്യുക. നിങ്ങൾ നാളെ ഞാനും അത് നോക്കിയിട്ട് പ്ലേ ചെയ്യുള്ളൂ കേട്ടോ, എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ടോ എന്നില്ല എന്നൊക്കെ. ഇതും സപ്പോർട്ടായി. ഓക്കെ, ഇതും ഒരു സപ്പോർട്ടായി വരുന്നുണ്ട്. 2 സപ്പോർട്ടാണ് ഓർഡർ നോക്കിയിട്ട്. റെസിസ്റ്റൻസ് ഇതാണ് നമ്മുടെ നിയറസ്റ്റ് റെസിസ്റ്റൻസ്. ഓക്കെ, ബാക്കി ഇതാണ്. ഇത്ര മുകളിലേക്ക് നോക്കണ്ട. ഈ ട്രെഡ് ലൈൻ എന്തായാലും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ, ഈ ബ്ലാക്ക് ട്രെഡ് ലൈൻ. കാരണം ഇതിൻ്റെ അഭാവം പോയാൽ മാത്രമേ 0 to BD ട്രെഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ഇതിൻ്റെ ആയാൽ മാത്രമേ നമുക്ക് ഫർദർ അപ്പ് മൂവ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, വേറെ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല നമുക്ക്. സോ സീൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണം. താങ്ക് യു.